ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. ഇത് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന്, നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കൊന്ന് കാണാം. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിയിലൊക്കെ കൊടുത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഇത് മിൽക്ക് മഷ്റൂം എന്നാണ് ഇതിൻ്റെ പേര്. നമ്മുടെ സാധാ മഷ്റൂം ആയാലും മതി. ഇത് നമ്മൾ ആദ്യം ഇതുപോലെ ഇതിൻ്റെ സൈഡ് കണ്ടോ, ഇങ്ങനെയൊന്ന് പൊളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി പോലെ ഇതിങ്ങനെ പൊളിഞ്ഞിങ്ങ് പോരും. അങ്ങനെ നമ്മളിത് പൊളിച്ച് കളയണം ആദ്യം തന്നെ. ഇത് പൊളിച്ച് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കഴിക്കാവുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ പൊളിഞ്ഞിങ്ങ് പോകുന്നുള്ളൂ ഈ സാധനം. നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്ത് ക്ലീനാക്കി ഇതെല്ലാം ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ട് റെഡിയാക്കി. നമ്മുടെ മഷ്റൂം ഒക്കെ തയ്യാറുണ്ടോ, നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഒരു ചെറിയൊരു ഉരുളി ഇപ്പം ആദ്യം നമ്മൾ അടുപ്പത്തോട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുന്ന പരിപാടി. വെളിച്ചെണ്ണയൊക്കെ ഇവിടെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഒരു സവോള ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതാണ്. ഇതോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് വേണം ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് വേണമല്ലോ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഈ സവോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു ചെറിയൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഈ മസാല ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ പൊടിയൊക്കെ പെട്ടെന്ന് പിടിച്ച് കരിഞ്ഞു പോകുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഇപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അടുത്തതായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടി ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ 1 മിനിറ്റ് നേരമൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. പൊടിയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് തക്കാളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് തക്കാളിക്കാ വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ആ തക്കാളിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ തക്കാളിയുടെയൊക്കെ ആ ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അടുത്തതായിട്ട് നേരത്തെ കട്ട് ചെയ്ത് കഴുകി തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ കൂണിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ കൂണിലേക്കൊക്കെ ഈ മസാല നന്നായിട്ട് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉപ്പുപൊടി ഞാൻ ആദ്യം ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ സവോള വഴറ്റുന്ന സമയത്ത് നമ്മൾ ഉപ്പുപൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് സവോള വഴറ്റി കിട്ടുന്നുള്ളതേ ഉള്ളൂ. കുറച്ച് നമുക്ക് ടേസ്റ്റൊക്കെ കിട്ടാൻ വെച്ചിട്ട് താമസം എടുക്കും. അതുകൊണ്ടാണ് അന്നേരം ഞാൻ ചേർത്ത് കൊടുക്കാതെ ഇപ്പം ഞാനിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അടച്ച് വെക്കുമ്പോഴത്തേക്കിനും നമ്മൾ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ കൂണിനകത്ത് നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങുന്നതാണ്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് അടുത്തതായിട്ട് ഇനി ഇതിൻ്റെ അടപ്പൊന്ന് തുറന്ന് നോക്കാം.
ചെയ്തുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ട്, ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. ഇത് നമ്മൾ ഒന്ന് ഇളക്കിയിട്ടൊന്ന് കൊടുക്കണം. നമ്മൾ ആദ്യമേ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ പിന്നെ വെള്ളം പറ്റാനൊക്കെ ഒത്തിരി സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കൂൺ അധികം അങ്ങനെ വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ തയ്യാറായി വരുന്നൊരു സാധനമാണ് കൂണ്. പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പം നമുക്ക് ജസ്റ്റ് ഈ വെള്ളം ഒന്ന് പറ്റുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളൊന്ന് കൂട്ടി വെച്ചിട്ട് വീണ്ടും നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടി ഇത് വേവിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് വീണ്ടും ഇതിൻ്റെ അടപ്പ് ഒന്നുകൂടി ഒന്ന് തുറന്നു നോക്കാം. അതെ, നമ്മുടെ വെള്ളമൊക്കെ ചെറുതായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് കൂണൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ മഷ്റൂം മസാല എന്ന് പറയുന്ന ഈ ഒരു കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിക്കും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടത്തിൽ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിനം നേർന്നുകൊണ്ട് സൈനിങ് ഔട്ട്, റോഷൻ ഖാൻ.